പശ്ചിമേഷ്യയെ വീണ്ടും വൻ യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ട് അമേരിക്കയുടെ തന്ത്രപ്രധാനമായ വ്യോമതാവളം തങ്ങൾ പ്രത്യാക്രമണത്തിലൂടെ തകർത്തെറിഞ്ഞതായി ഇറാന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം എത്തിയിരിക്കുന്നു. തെക്കൻ ഹോർമൂസിലെ പ്രവശ്യയിൽ സിരിക് ദ്വീപിലുള്ള ഇറാന്റെ പ്രധാന ടെലികമ്മ്യൂണിക്കേഷൻ ടവർ അമേരിക്കൻ സൈന്യം ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് മണിക്കൂറുകൾക്കകം രാജ്യാന്തര സമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇറാന്റെ ശക്തമായ തിരിച്ചടിയുണ്ടായത്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ മെഹർ ന്യൂസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും സിരിക് ദ്വീപിലെ ആശയവിനിമയ കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടത്താൻ അമേരിക്കൻ സൈന്യം ഉപയോഗിച്ച അതേ വ്യോമതാവളത്തെ ലക്ഷ്യമിട്ടായിരുന്നു തങ്ങളുടെ പ്രത്യാക്രമണമെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയത്. IRGCയുടെ എയറോസ്പേസ് ഫോഴ്സ് നടത്തിയ ദൗത്യം പൂർണ്ണ വിജയമായിരുന്നുവെന്നും മുൻകൂട്ടി നിശ്ചയിച്ച എല്ലാ ലക്ഷ്യങ്ങളും കൃത്യതയോടെ തകർക്കാൻ സാധിച്ചതായും ഇറാൻ അവകാശപ്പെടുന്നു. തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല എന്ന കർശന മുന്നറിയിപ്പും ഇതിനൊപ്പം ഇറാൻ നൽകിയിട്ടുണ്ട്. ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം വലിപ്പത്തിലും സ്വഭാവത്തിലും തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്നും ഭാവിയിൽ ഉണ്ടാകുന്ന ഏത് സൈനിക സംഘർഷത്തിന്റെയും പൂർണ്ണ ഉത്തരവാദിത്വം അമേരിക്കയ്ക്കായിരിക്കുമെന്നും IRGC ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതേസമയം ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിന് സമീപമാണ് സിരിക് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്.